എല്ലാവർക്കും ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്നിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ വഴുതന ചെടിയാണ് കേട്ടോ. വഴുതന ചെടിയിൽ വരുന്ന കേടുകളും അതുപോലെ തന്നെ പുഴുശല്യവും അതിനൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ കണ്ടോ, ഈ ഇലകളിലൊക്കെ മുട്ടയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഇലകളൊക്കെ ഓട്ട ആക്കി വെച്ചിരിക്കുകയാണ്, ഹോൾസ് ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ആ ഒച്ചു ശല്യമാണ് അത് അങ്ങനെയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇലകളിമയൊക്കെ പുള്ളിക്കുത്ത്, ഇതൊക്കെ നമ്മുടെ വഴുതന ചെടിയുമ്പോൾ വരുന്ന രോഗങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടോ. പിന്നത്തെ ഒരു രോഗമാണ് ഈ കൂമ്പ് ചീയുക. കൂമ്പ് ഇങ്ങനെ വാടി വരും. അപ്പം നമുക്ക് അത് ഒടിച്ചു നോക്കിയാൽ അത് കാണാൻ പറ്റും. തണ്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ കേട് വരുന്നത്. അപ്പോൾ നമ്മളത് വെട്ടിക്കളഞ്ഞ് കണ്ട, ഇപ്പോഴും വെട്ടിക്കളഞ്ഞപ്പോൾ കറുത്ത ഒരു കുത്ത് കണ്ടോ. ഇത് മാറുന്നത് വരെ നമ്മൾ വെട്ടിക്കളയണം. അപ്പോൾ നമുക്ക് എന്നിട്ട് വേണം മരുന്ന് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, തേച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ കൂമ്പ് വാടണത് കണ്ടു കഴിഞ്ഞാൽ അതിനെ ആദ്യം തന്നെ നോക്കി കട്ട് ചെയ്ത് കളയണം. എവിടെ വരെയാണോ പുഴു കയറിയിരിക്കുന്നത് അവിടെ വരെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം. കണ്ടോ, ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെയാണ് നമ്മൾ മരുന്ന് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മരുന്നുണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ വഴുതനകളൊക്കെ നോക്കിയിട്ട് ഇതുപോലെ കൂമ്പ് ഉണങ്ങിക്കെടുക്കുക അല്ലെങ്കിൽ വാടിക്കെടുക്കുകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയാം. പിന്നെ നമ്മുടെ പുഴുക്കേടിനുള്ള മരുന്നും കാണിച്ചു തരാം. അത് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കാണിക്കുന്നത്. കണ്ട, ഇതൊക്കെ ഈ വഴുതനേമ വരുന്ന കേടുകളാണ്. എല്ലാ ഇലകളുമേയും കുത്തിയിരിക്കുകയാണ്, ഓട്ടയുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദിവസവും വരണം ഈ ചെടികളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ ഇലകളും പോയി കിട്ടും. അപ്പോൾ ഇത് കണ്ട, ഒരില ഫുള്ള് കംപ്ലീറ്റൊക്കെ തിന്നു പോയിരിക്കുകയാണ് പുഴുക്കൾ. അതുപോലെ ഈ ഇലയുടെ അടിയിലൊക്കെയാണ് ഇവരിയ്ക്കുന്നത് അധികവും. പകുതി കണ്ട ഇലയൊക്കെ തിന്നു പോയിരിക്കുകയാണ് പുഴുകൾ വന്ന്. അതൊരു കറുത്ത പുഴു. അതുപോലെ തന്നെ ഇനി വേറൊരു കേടും കൂടിയില്ല, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇലേമ തന്നെ. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ മരുന്ന് തെളിച്ച് കൊടുക്കണം. മരുന്നും തെളിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ പുരട്ടാനായിട്ട് നമ്മളൊരു മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇല ചുരുട്ടിപ്പുഴു ഉണ്ട്. ഇത് ചെറുതൈകളുമേയും പുഴുക്കൾ വരും കേട്ടോ. പുഴുക്കേടുകളൊക്കെ നമുക്ക് ചെറുതൈകളുമേ കാണാം. അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ ഇവർക്ക് മരുന്ന് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി അടിച്ചു കൊടുക്കണം. ആഴ്ചയിൽ വെച്ച് നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രമേ ഇത് കണ്ടോ, തണ്ടുമ്മ ഇരിക്കുന്ന പുഴു കണ്ടു. ഇതൊക്കെ തണ്ടുമ്മ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കളയണം. മരുന്നടിച്ച് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. പിന്നെ അധികമായാൽ നമ്മൾ അത് വെട്ടിക്കളയാം. അതിൻ്റെ തണ്ടൊക്കെ വെട്ടിക്കളഞ്ഞ് അതുപോലെ തന്നെ പുഴുകൾ കണ്ടോ ഇരിക്കുന്ന അത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി കളയുക. അതുപോലെ ഇല ചുരുട്ടിപ്പുഴു ഉണ്ട്. ആ ഇലച്ചിരുട്ടിപ്പുഴു വന്നു കഴിഞ്ഞാൽ ആകെ തിന്ന് മാറാല കെട്ടി ചെടിയെ തന്നെ നശിപ്പിച്ച് കളയും. അപ്പം നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ ചെടി നശിപ്പിച്ച് കളയുക തന്നെ വേണം. കണ്ടോ, ഇത് കണ്ടോ, കൂമ്പാണ്, ഇല ഒക്കെ ചുരുട്ടി വെച്ചേക്കാണ്. അപ്പോൾ അതിലൊക്കെ പുഴുക്കളാണ്. അപ്പം നമ്മൾ വെട്ടിയിട്ട് ഇത് നശിപ്പിച്ച് കളയണം കേട്ടോ. ഞാനിത് വെട്ടി കാണിച്ചു തന്നു എന്നുള്ളൂ. ഇതൊന്നിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ നശിപ്പിച്ച് കളയണം. അല്ലെങ്കിൽ മറ്റുള്ള ചെടികളിലേക്ക് ഇത് കയറുകയും അതും ഇതുപോലെ ആക്കും ചെയ്യും. ഇല ചുരുട്ടി അതുമേ എല്ലാം നശിപ്പിച്ച് ഒരു കായ പോലും ഉണ്ടാവില്ല. ചെടിയെ തന്നെ അത് നശിപ്പിച്ച് ഫുള്ള് മാറാല പോലെ കെട്ടി ചെടിയെ തന്നെ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മളിത് കണ്ടു കഴിയുമ്പോൾ തന്നെ അതൊക്കെ മാറ്റണം. എങ്കിൽ മാത്രമേ കായ നന്നായി പിടിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഇതിനായിട്ട് ചെയ്യുന്നത് ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി എപ്പോഴും നമുക്കും നല്ലതാണ്, ചെടികൾക്കും നല്ലതാണ്. വെളുത്തുള്ളി ഗ്യാസിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ചെടികൾക്ക് ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ അല്ലിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തോടൊന്നും നമ്മൾ കളയണ്ട. തോടും ഇതിൻ്റെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കാണിച്ചു തരാം എങ്ങനെ ഇതിന് ഉണ്ടാക്കണേന്ന്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിനെ അല്ലിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി വൃത്തിയാക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു കുപ്പി എടുത്തിട്ട് ഈ തൊലിയൊക്കെ നമുക്ക് ആ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ തൊലി ഇതുപോലെ അതിൻ്റെ പുറം വൃത്തിയാകുന്ന ഭാഗമൊക്കെ നമ്മൾ ഇതിലിട്ട് കൊടുത്ത്, ഇതിപ്പോൾ നമുക്ക് ചെറിയ 2 ദിവസം കുറച്ചുള്ളെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ ആയിട്ട് കിട്ടണ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വൃത്തിയാക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി എപ്പോഴൊക്കെ എടുക്കണമെന്ന് അപ്പോഴത്തെ തൊലിയൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇതിൽ ഈ ഉള്ളിത്തൊലിയൊന്നും വേണ്ട, വെളുത്തുള്ളി തൊലി മാത്രം മതി. എന്നിട്ട് അത് ഇട്ട് നന്നായി കുലുക്കി അതിലേക്ക് പിന്നെ നമ്മുടെ നന്നാക്കി എടുത്തിരിക്കുന്ന വെളുത്തുള്ളി നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്ത് ഈ
അരച്ചെടുത്തതാണ് നമ്മൾ വഴുതന മുറിച്ച് കളഞ്ഞില്ലേ, തുമ്പ് വാടി കരിഞ്ഞു പോയ തുമ്പിനെ മുറിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ അവിടെ നമ്മൾ പുരട്ടി കൊടുക്കാനാണ് ഇത് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ആ അരച്ചെടുത്ത വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് നമ്മളിത് ഇവിടെ തേച്ച് കൊടുക്കണം. അതെവിടെയൊക്കെയാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത് അവിടെയൊക്കെ ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ തണ്ടുതുരപ്പൻ പുഴു പോലത്തെ പുഴുക്കളൊന്നും വരികയില്ല, അതൊക്കെ പോകുകയും ചെയ്യും. അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വെളുത്തുള്ളി അരച്ച് നമ്മൾ ഇതുപോലെ പുരട്ടി കൊടുത്താൽ, പേസ്റ്റാക്കി പുരട്ടി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തണ്ട് മുറിച്ചതിനൊക്കെ ഈ പേസ്റ്റ് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വീടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലതാണ്. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ തൊലി, അതിലേക്ക് നമ്മൾ കുറച്ച് ചൊറുക്കയാണ് ഒഴിക്കുന്നത്. ഇത് നമുക്ക് 1 ദിവസം 2 ദിവസമൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് 10 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി, ഈ തൊലിയും ചൊറുക്കയും വെള്ളവും കൂടി ഇട്ട് വെച്ചാൽ മതി. എപ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ വെളുത്തുള്ളി നന്നാക്കുന്ന അപ്പോഴൊക്കെ ഈ തൊലി ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് അതിനെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അരിച്ചെടുത്ത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കളയണ്ട. ബാക്കിയുള്ളതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ വെള്ളം പിന്നെയും ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ പിന്നെയും നമുക്കത് ഉപയോഗിക്കാം, വീണ്ടും ഉപയോഗിക്കാം. ഒരു ട്രിപ്പ് മാത്രമല്ല, നമുക്കത് വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ച് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അവിടെ എടുത്തു വെച്ചാൽ മതി, അങ്ങനെ കേടൊന്നും വരത്തില്ല. അപ്പോൾ വെളുത്തുള്ളിയുടെ സ്മെല്ലും ഉണ്ടാവും, അതുപോലെ ചൊറുക്കയുടെ പുളിയും എല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പ്രേയറിലൊഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് ഇതിലൊഴിച്ച് ചെടികളുമേ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും നല്ലൊരു മിശ്രിതമാണ് കേട്ടോ, നമുക്ക് പുഴുക്കേടിനും പുഴുക്കുത്തിനൊക്കെ നല്ലതാണ്. കണ്ടോ, ഇതുപോലെ തൈകളുമൊക്കെ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ, കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ ചെറു തൈകളുമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.